കൊല്ലം കടക്കലിൽ നോക്കുകൂലി നൽകാത്തതിൽ യുവാവിനെ മർദ്ദിച്ചതായി പരാതി. മൂന്നുമുക്ക് സ്വദേശി അരുൺ ലാലിനാണ് മർദ്ദനമേറ്റത്. ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് ശേഖരിച്ച തടികൾ ടോറസിൽ കയറ്റുന്നതിനിടയിലാണ് സംഭവം. മർദ്ദനത്തിൽ അരുൺ ലാലിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതേസമയം CPM കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ ലാലിനെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു. കടക്കൽ മൂന്നുമുക്ക് സ്വദേശിയായ അരുൺ ലാലിനാണ് മർദ്ദനമേറ്റത്. ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് ശേഖരിക്കുന്ന മരത്തടികൾ യാർഡിലെത്തിക്കുകയും അവിടെ നിന്ന് കയറ്റി അയക്കുകയും ചെയ്യുന്ന ജോലിയാണ് അരുൺ ലാലിൻ്റെത്. തടികൾ കയറ്റുന്നതിനിടയിൽ CPM CI2 നേതാക്കളെത്തി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് അരുൺ ലാലിന്റെ പരാതി. തടി കയറ്റുന്നതിന് നോക്കുകൂലി നൽകാത്തതിനാലാണ് മർദ്ദനം എന്നാണ് അരുൺ ലാൽ പറയുന്നത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അരുൺ ലാൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ സംഭവം നടക്കുമ്പോൾ മർദ്ദിച്ചിട്ടില്ല, ഇതിന് മുമ്പാണ് മർദ്ദിച്ചത്. മർദ്ദനത്തിന് ശേഷമാണ് ഞാൻ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്തത്. അതിനുശേഷം തടി കയറ്റിയപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ CI2 തൊഴിലാളിയും കൂടെ ചേർന്ന് ഇത് തടഞ്ഞത്. തടഞ്ഞപ്പോൾ പറഞ്ഞു അമിത ലോഡ് കയറ്റിയാണ് വണ്ടി വരുന്നതെങ്കിൽ റോഡ് തകരുമെന്നാണ് അവർ ആദ്യം ഉന്നയിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു റോഡ് തകരും എന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോർ വെഹിക്കിളിനെ വിളിച്ച് വണ്ടി തൂക്കി അതിന്റെ കേസെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് സമ്മതിച്ചില്ല. രണ്ടാമത് പഞ്ചായത്തിന് റോഡ് തകർന്നതിന്റെ നഷ്ടപരിഹാരമായിട്ട് ഞാൻ തരാം, അങ്ങനെ കേസെടുക്കാമെന്ന് പറഞ്ഞു. അത് തന്നില്ല. ഇല്ലെങ്കിൽ വണ്ടി കോടതി വിടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രൊട്ടക്ഷനുള്ള പോലീസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ടൊന്നും ഒരു നടപടി സ്വീകരിച്ചില്ല. ഒരു തവണയല്ല, ഇത് ഒരുപാട് തവണ കൊണ്ട് എനിക്ക് ഭീഷണിയുണ്ട്. കാരണം അവർക്ക് തൊഴിൽ കൊടുത്തില്ലെങ്കിൽ ഇതിൽ നടത്തണമെന്നാണ് പറയുന്നത്. കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് അരുൺ ലാൽ പറയുന്നത്. കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ ലാലിനെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു. അരുണെ മനോജാണ് കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ്. നിന്റെ അടുത്ത് രാവിലെ വണ്ടി കൊണ്ട് ഇവിടെ ഇറങ്ങില്ല പറഞ്ഞ എവിടെ നിന്നാണ് നീ പിന്നെ ഇപ്പൊ എന്തുകൊണ്ടാ വണ്ടി കൊണ്ട് റോട്ടി ഇറങ്ങിയത്? അല്ല അവർ കാറെടുത്ത് നീ പോണെങ്കിൽ നീ ഇവിടെ നിന്റെ മാന്യമരേഖ പറഞ്ഞത് എവിടെയാണ്? നീ എത്ര പഞ്ചായത്തിന്റെ മുകളിൽ കയറി കളിക്കാന്ന് വെച്ചാ? പഞ്ചായത്തിൽ വേറെ ചെയ്തില്ലേ? രാവിലെ നിന്റെ അടുത്ത് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞ ലോഡ് അവിടെ നിന്ന് ഇറക്കരുത് എന്നെ പറഞ്ഞ. ഇല്ലല്ല പുള്ളി അങ്ങനെ ഇല്ലല്ല ഇന്ന് ഇറക്കാനുള്ള റോഡ് ഇറക്കി. ചുമ്മാ നീ അത് വേറെ ആയിരുന്നു എന്ന് പറ കേട്ടാ. ഇന്ന് ഇറക്കാനുള്ള റോഡ് അവിടെ നിന്ന് ഇറക്കുമെന്ന് പറഞ്ഞു. നീ ഇവിടെ നീ വണ്ടി ഇറങ്ങുന്നു കാണണം. എനിക്ക് കോടതിയിൽ നിന്ന് പെർമിഷൻ കിടക്കില്ലേ സാറേ? നീ കോടതിയിൽ നിന്ന് പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഇത് റോഡിൽ ഇറങ്ങാൻ കോടതിയിൽ പെർമിഷൻ കേസെടുക്കാമല്ലോ. പഞ്ചായത്ത് റെഡിയാക്കി തരൂ. ഞാനേ റോഡ് ശരിയായെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് കേസെടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. വണ്ടി നമ്പർ ഉണ്ട്. ആദ്യം നീ ഇല്ലെങ്കിൽ വണ്ടി ഇവിടുന്ന് പോകൂല. അല്ല നീ വണ്ടി ഇവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല. നേതാക്കൾ ആവശ്യപ്പെട്ട തുക നൽകാതായതോടെ തടി കയറ്റിയ വാഹനം വഴിയിൽ തടഞ്ഞിട്ടുവെന്നും അരുൺ ലാൽ പറയുന്നുണ്ട്. പഞ്ചായത്ത് വഴിയിലൂടെ അമിതഭാരം കയറ്റിയെന്ന് ആരോപിച്ചാണ് വഴി തടഞ്ഞതെന്നാണ് അരുൺ ലാൽ വ്യക്തമാക്കുന്നത്. അതേസമയം അളവിൽ കൂടുതൽ തടി താൻ കയറ്റിയിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും നേതാക്കൾ കൂട്ടാക്കാൻ തയ്യാറായില്ലെന്നും അരുൺ ലാൽ പരാതിപ്പെടുന്നു. ജനം, കൊല്ലം.